പറഞ്ഞേ ഇറങ്ങി വാടാ. ലമാ സബക്താനി. പകലെല്ലാം മേഘത്തിൻ തൂണായി, ഇരവെല്ലാം അണയാത്തൊരു പ്രഭയായി. പകലെല്ലാം മേഘത്തിൻ തൂണായി, ഇരവെല്ലാം അണയാത്തൊരു പ്രഭയായി. സകലേശൻ കൂട്ടുണ്ട് മനമേ, ഇനി കരയേണ്ട തളരേണ്ട മനമേ. പകലെല്ലാം മേഘത്തിൻ തൂണായി, ഇരവെല്ലാം അണയാത്തൊരു പ്രഭയായി. സകലേശൻ കൂട്ടുണ്ട് മനമേ, ഇനി കരയേണ്ട തളരേണ്ട മനമേ. ജെറുസലേമിന്റെ അധപതനം പൂർത്തിയായി സ്നേഹിത. പാതി ചത്തവനെ ജീവനോടെ കുരിശിൽ തറയ്ക്കാനുള്ള വെമ്പൽ, അധികാരഭ്രമം തലയ്ക്ക് പിടിച്ച നികൃഷ്ട ജീവികൾ. ഹോ, എന്നാലും ഒരു മനുഷ്യൻ ഇത്രയ്ക്കും സഹിക്കാനാവുമോ? അവൻ പറഞ്ഞ 3-ാം ദിവസമാണിന്ന്, ആഴ്ചയുടെ ആദ്യ ദിനം. ക്ലെയോപാസ്, നിനക്കും അറിയാവുന്നതല്ലേ അവൻ പറഞ്ഞതെല്ലാം? ഇസ്രായേലിന്റെ വിമോചകൻ, യഹൂദരുടെ രാജാവ്, അവനിൽ നിന്ന് ഇതാണോ നാം പ്രതീക്ഷിച്ചത്? ഇത്രയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും അവൻ എന്തേ സ്വയം രക്ഷിച്ചില്ല? ജെറുസലേമിലേക്ക് ഒരു മടക്കം അതിനി ആവില്ല. അതെ, എവിടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന 12 പേർ? ഒരുവൻ പണത്തിനു വേണ്ടി ഒറ്റിക്കൊടുത്തു, മറ്റൊരുവൻ തരം കിട്ടിയപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ബാക്കിയുള്ളവർ ആരുടെയും കണ്ണിൽപ്പെടാതെ അടച്ചിട്ട മുറികളിൽ ഭീരുക്കളെ പോലെ. അല്പം ദൂരെ കൂടുതലാണെങ്കിലും എമ്മാവൂസിലേക്ക് പോകുന്നതാ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തുകൊണ്ടും നല്ലത്. എമ്മാവൂസിലേക്ക് ഇനി ഏകദേശം 30 സ്താദിയോൻ കൂടിയുണ്ട്. ഹോ, വല്ലാത്ത ക്ഷീണം. അതെ അതെ, നല്ല ചൂട്. ഈ ഉഷ്ണം
സഹിക്കാവുന്നതിലും അപ്പുറമാണ്. 3 ദിവസത്തെ അലച്ചിലിന്റെയും ദുഃഖത്തിന്റെയും ഭാരം വല്ലാതെ തളർത്തിയിരിക്കുന്നു. എന്തായാലും ആ ഒലിവ് മരച്ചോട്ടിൽ അല്പനേരം വിശ്രമിച്ചിട്ട് പോകാം. അവിടെ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വാ. എന്താ ചൂട്! അല്പം വെള്ളം തരുമോ? അതിനെന്താ, ഇതാ. അങ്ങ് ബഥാനിയയിലെ ലാസറല്ലേ? അതെ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ക്ലെയോപ്പാസ്. ഇതെന്റെ സ്നേഹിതൻ. ഞങ്ങൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നതാ, നസ്രായനായ യേശുവായോടൊപ്പം. ഒന്ന് പതുക്കെ പറ ക്ലെയോപ്പാസ്. ശത്രുക്കൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല. എമ്മാവൂസ് എത്തുന്നതുവരെ ഒരു സമാധാനവും ഇല്ല. ഭയവും ഭീതിയും മാത്രം. വിശ്വാസിക്ക് ഭയമോ? എങ്ങനെ ഭയക്കാതിരിക്കും? കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറുസലേമിൽ സംഭവിച്ചതിന് നീയും സാക്ഷിയല്ലേ? ജെറുസലേമിന്റെ വിമോചനം അതൊരു സ്വപ്നം മാത്രം. ഇത്രയും കാലം അവനോടൊപ്പം അല്ലായിരുന്നോ നിങ്ങൾ? എന്നിട്ടും ഗുരുവിനെ പറ്റി ഇതാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? അവന്റെ രാജ്യം ഐഹികമല്ലെന്ന് പീലാത്തോസിനോട് പോലും പറഞ്ഞതല്ലേ? പിന്നെ അവന്റെ മരണം, അത് അടിമത്തമല്ല സ്നേഹിത, മരണത്തിന്റെ മേലുള്ള ആധിപത്യമാണ്. പക്ഷേ ലാസർ, നീയും കേട്ടതല്ലേ കുരിശിൽ കിടന്ന് അവൻ ഏലിയായെ വിളിച്ച് കരഞ്ഞത്? ദൈവപുത്രന്റെ ജീവനറ്റ ശരീരം കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനും കണ്ടതാ. ദൈവപുത്രന്റെ ജീവനറ്റ ശരീരം പോലും. അതെ, സത്യമായും അവൻ ദൈവപുത്രൻ തന്നെ. കല്ലിനോ കാൽവരിക്കോ മണ്ണിനോ മരക്കുരിശിനോ മനുഷ്യപുത്രനെ തളയ്ക്കാനാവില്ല. ക്ലെയോപ്പാസ്, കാലിത്തൊഴുത്തിന്റെ നിസ്സാരതയിൽ പിറന്നു വീണതു മുതൽ ആ മഹത്വം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. അവന്റെ ജനനം ആഘോഷമാക്കാൻ എളിയവരായ ആട്ടിടയർക്കൊപ്പം ഭൂമിയിലെ അധികാര പ്രഭുത്വങ്ങളുടെ അമരക്കാരായി പൗരസ്ത്യ ദേശത്തെ ജ്ഞാനികളും ഉണ്ടായിരുന്നു. അനുഭവിച്ചതിനെ കണ്ടു മറക്കാതെ ഹൃദയം കൊണ്ട് സൂക്ഷിക്കണം. റൂബൻ, നിന്റെ ഈ സംഗീതം കാതിനെ കുളിരണിയിക്കുന്നതാണ് ഈ രാവു പോലെ. എന്നാൽ മനസ്സിനെ കുളിരണിയിക്കുന്ന നിലയ്ക്കാത്ത സംഗീതത്തിൻ്റെ ഇണങ്ങളായിരിക്കും ഇനിയുണ്ടാവുക. സ്നേഹിത, അങ്ങയുടെ അഭിനന്ദനത്തിനും സ്നേഹത്തിനും നന്ദി. പക്ഷേ അങ്ങ് പറഞ്ഞു നിർത്തിയത് എനിക്ക് വ്യക്തമായില്ല. സകല ജനതകൾക്കുമായുള്ള സദ്വാർത്ത ഇതാ ബെത്ലഹേമിൽ. പോവുക, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന രക്ഷകനെ കാണുക. വിജാതീയർക്ക് പ്രകാശവും ഇസ്രായേലിൻ്റെ മഹത്വവുമാണവൻ. കിഴക്കുതിച്ച നക്ഷത്രം നിങ്ങൾക്ക് വഴികാട്ടിയാവും.
വാ, നമുക്ക് ബെത്ലഹേമിലേക്ക് പോവാം. രക്ഷകനെ കാണാം. വേഗം വേഗമാകട്ടെ. വാ, വേഗം. ദാ അത്ഭുത പ്രകാശം, വരാനിരിക്കുന്നവന്റെ അടയാളം. നിയമത്തിന്റെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണം. യഹൂദന്മാരുടെ രാജാവ്, വരൂ, നമുക്കവനെ ആരാധിക്കാം. താരകദീപം മിഴിനീട്ടി താപസനുള്ളിൽ വഴികാട്ടി കരം കൊട്ടിയൊരു ദിവ്യദൂതൻ കൂടെ വരവായി മധുരിത ഗാനമലയൊലിയായി കൃപയുടെ നീതി മഴയൊരു സ്നേഹമൊഴിയായി പാപവഴികളിൽ ആഴ്ന്ന മിഴികളിലേശു വരവായി മധുരിത ഗാനമലയൊലിയായി കൃപയുടെ നീതി മഴയൊരു സ്നേഹമൊഴിയായി പാപവഴികളിൽ ആഴ്ന്ന മിഴികളിലേശു വരവായി. ഷാരോൺ പൂവിൻ കണ്ണുനീർ ആരോ മഞ്ഞിൻ മുട്ടാക്കി ആരിതാരിത് ദിവ്യ പൈതലോ മേരി ബായിലെ കൈപ്പുനീർ ആരോ പനിനീർ പുഴയാക്കി ആരിതാരിത് കുഞ്ഞു പൈതലോ ഈ പൈതൽ ലോകപാലകൻ ഇനിയെന്നും സുരദീപവാഹകൻ ആരോമൽ കുഞ്ഞേവായോ. താരകദീപം മിഴിനീട്ടി താപസനുള്ളിൽ വഴികാട്ടി കരം കൊട്ടിയൊരു ദിവ്യദൂതൻ കൂടെ വരവായി മധുരിത ഗാനമലയൊലിയായി കൃപയുടെ നീതി മഴയൊരു സ്നേഹമൊഴിയായി പാപവഴികളിൽ ആഴ്ന്ന മിഴികളിലേശു വരവായി മധുരിത ഗാനമലയൊലിയായി കൃപയുടെ നീതി മഴയൊരു സ്നേഹമൊഴിയായി പാപവഴികളിൽ ആഴ്ന്ന മിഴികളിലേശു വരവായി. നിന്നും താരമാ മണ്ണിൽ നോക്കവേ മുന്നിൻ മാറിലായി കണ്ടു സൂര്യനെ ഇരുൾ മൂടിടും നിന്റെ മാനസം ദിവ്യ പൈതലിൻ പൊൻവെളിച്ചമായി മാറ്റിടുമേ പുൽക്കുടിൽ മാറ്റിടുമേ പുൽക്കുടിൽ. രാരി രാരി രാരോ രാരി 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 രാരോ നീലനിലാവിൻ തണുപ്പിൽ ചാഞ്ഞിടും പൊൻപൈതലേ ഇന്നാരോമലുണ്ണിയെ പാടിയുറക്കുവാൻ താരകം കൂടുകൂട്ടി. ഉണ്ണിയുറങ്ങ് രാരിരാരോ ഉണ്ണിയുറങ്ങ് രാരിരാരോ നീലനിലാവിൻ തണുപ്പിൽ ചാഞ്ഞിടും പൊൻപൈതലേ. കന്യകയിൽ നിന്ന് പിറന്നതും മാലാഖമാർ സ്തുതി പാടിയതും ജ്ഞാനികൾ ആരാധിച്ചതും ജെറുസലേമിന്റെ രക്ഷയെന്ന് സമർപ്പണവേളയിൽ മഹാത്മാക്കൾ വാഴ്ത്തിയതും നിനക്കറിയില്ല. രാരിരാരോ
അനുഭവിച്ചറിഞ്ഞ സത്യത്തെ നിങ്ങൾ എന്തിനു മൂടി വയ്ക്കുന്നു? അവന്റെ അത്ഭുതങ്ങൾക്ക് നീയും സാക്ഷിയല്ലേ? ശരിയാണ്, എൻ്റെ ഗുരുവിനെ ഞാനും അനുഭവിച്ചതാ. എന്നിട്ടും അവൻ എന്തേ സ്വയം രക്ഷിച്ചില്ല? കുരിശിൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചവരെ എന്തിനവൻ നിരാശപ്പെടുത്തി? അത്ഭുതങ്ങളിൽ നിന്ന് അടയാളങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. അവന്റെ സഹനവും മരണവും ഒരടയാളമാണ്, മഹത്വത്തിനു മുമ്പുള്ള അടയാളം. അല്ല, നിങ്ങൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? കുറച്ചു നേരമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. കൊള്ളാം, നല്ല ചോദ്യം. നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങൾ അറിയാത്ത പരദേശിയാണോ നീ? കുറ്റവാളികളെ കുരിശിലേറ്റുന്നത് ജെറുസലേമിൽ ഇത് ആദ്യമൊന്നുമല്ലല്ലോ. ആ കുറ്റവാളി ആരെന്നറിയണമെങ്കിൽ ആദ്യം അവനെ അറിയണം. എന്നാൽ പറയൂ സ്നേഹിത, ആരാണയാൾ? കേൾക്കട്ടെ. അന്ന് കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. മാത്രം പോരല്ലോ. അമ്മേ, ആ യേശുവാ, നീ എത്തിയതേ ഉള്ളോ? എവിടെ എല്ലാവരും? നിങ്ങളെയെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതെ അമ്മേ, ഞാൻ എത്തിയതേ ഉള്ളൂ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അമ്മേ, ഞങ്ങളിവിടെ ഉണ്ട്. മക്കളെല്ലാം അങ്ങോട്ട് ചെല്ല്, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. ആ, അമ്മ ചെല്ലേ, ഞാനിവിടെ ഉണ്ടാവും. נוטה שמיים קליע, הקרא במים עליותיו, בסמבים רכובו, המהלך על כנפי רוח, עושה מלאכיו רוחות, משרתיו ואש לוהט, המהלך על כנפי רוח, עושה מלאכיו רוחות. പ്രഭു, അവിടെ വീഞ്ഞില്ല, പന്തിയിൽ ആളുകൾ ഇരിക്കുന്നു. എന്തു ചെയ്യും? എന്റെ യാഹ്വേ, എന്റെ മകളുടെ വിവാഹം അവൾ അപമാനിതയാവുകയാണല്ലോ. സാറ, കരച്ചിൽ നിർത്തു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. യേശുവാ, യേശുവാ, അവർക്ക് വീഞ്ഞില്ല. എന്തു ചെയ്യും? എന്താ അമ്മേ, എന്താ ചെയ്യേണ്ടത്? മക്കളെ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ആ ശുദ്ധീകരണത്തിന്റെ കൽഭരണികൾ വക്കോളം നിറയ്ക്കുവിൻ. ഇനി പകർന്നു കൊടുക്കുവിൻ. ഹേയ് ഹാഷിർ, ഈ മേൽത്തരം വീഞ്ഞ് നീ ഇതുവരെയും എവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു? മറിയം
നന്ദിയുണ്ട് ഒരുപാട്. ആഷീർ, സറ, കുറവുകളെ നിറവുകളാക്കാൻ ദൈവത്തിനെ സാധിക്കൂ. ഇസ്രായേലിന്റെ ആശ്വാസം ഉദയം ചെയ്തിരിക്കുന്നു. ഉദിച്ച സൂര്യന് മുമ്പിൽ മറയപ്പെടേണ്ട പ്രഭാത താരകം മാത്രമാണ് ഞാൻ. വരൂ, ഒളിമങ്ങാത്ത ആ പ്രഭയിലേക്ക്. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. നിങ്ങൾക്കു രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിന് ഉടമകളായിരിക്കുവിൻ. അപ്പോൾ ആ രാജ്യം, എൻ്റെ ആബായുടെ രാജ്യം, നിങ്ങളെ തേടി വരും. ഗുരു, ആ രാജ്യം ഞങ്ങളുടേതാകാൻ ഞങ്ങൾ എന്തെല്ലാം ചെയ്യണം? സ്നേഹിത, കുറവില്ലാത്ത നിന്റെ ജീവിതത്തോടൊപ്പം കനമുള്ള നിക്ഷേപങ്ങളും കൂട്ടിവെക്കണം. ചോദിക്കുന്നവർക്ക് വേണ്ടുവോളം കൊടുക്കുവിൻ. കഷ്ടത അനുഭവിക്കുന്നവരുമായി പങ്കുവയ്ക്കുവിൻ. അങ്ങനെ എൻ്റെ ആബായുടെ രാജ്യത്തിൽ നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടുവിൻ. ആ നിക്ഷേപത്തോടൊപ്പം നിങ്ങളുടെ ഹൃദയവും എൻ്റെ ആബായുടെ പക്കലേക്ക് ഉയർത്തുവിൻ. ഉള്ളതൊക്കെ ഉപേക്ഷിച്ചാൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇയാളത് പ്രാന്തായി പറയുന്നത്. ഇവൻ ആ നസ്രത്തുകാരന്റെ മകനല്ലേ? ഇവന്റെ കൂടെയില്ലേ കുറെ മുക്കോ പീറകള്? ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ബാഹ്യമായ സമ്പത്ത് വാരിക്കൂട്ടുന്നവൻ എൻ്റെ ആബായുടെ രാജ്യത്തിൽ പ്രവേശിക്കുക എത്രയോ ദുഷ്കരം. ഈ ശിശുവിനെ പോലെ നിങ്ങൾ നിഷ്കളങ്കരാകുവിൻ. ഇവരെ പോലെ സ്വയം ചെറുതാകുന്നവരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. ഓടിക്കടവനെ, ഇല്ലേ ദുർഗന്ധം കൊണ്ട് നമ്മൾ ഓടേണ്ടി വരും. അരുതേ കർത്താവേ, എന്റെ മേൽ കരുണ തോന്നണമേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കൂ. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. സ്നേഹിത, എനിക്ക് മനസ്സുണ്ട്. നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ നന്ദി. യേശുവ, എന്റെ കർത്താവേ നന്ദി. പകലെല്ലാം മേഘത്തിൻ തൂണായി, ഇരവെല്ലാം അണയാത്തൊരു പ്രഭയായി, സകലേശൻ കൂട്ടുണ്ട് മനമേ. ഇനി കരയേണ്ട തളരേണ്ട മനമേ. പതറുമ്പോൾ പിഴയേതും നാഥൻ തന്റെ മുറിവാലെ സുഖമാക്കും വേഗം. പതറുമ്പോൾ പിഴയേതും നാഥൻ തന്റെ മുറിവാലെ സുഖമാക്കും വേഗം. വഴിയെല്ലാം അടയുമ്പോൾ ഉടയോന്റെ കരമെന്നെ, വഴിയെല്ലാം അടയുമ്പോൾ ഉടയോന്റെ കരമെന്നെ താങ്ങും. ഇനി കരയേണ്ട തളരേണ്ട മനമേ.